ഡൽഹിയിൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ജോസ് കെ മാണി. കേരള രാഷ്ട്രീയത്തിൽ സ്ഥിതിഗതികൾ ആകെ മാറി മറിയുകയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ജോസ് കെ മാണി രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച നടത്തി എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തുവരുന്നത്. ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മുതിർന്ന നേതാവ് KC വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലുള്ള കൂടിക്കാഴ്ച മാത്രമായിരുന്നു ഇത് എന്നാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ സന്ദർശന വാർത്ത നിഷേധിക്കുന്നുമില്ല. ഇനിയുള്ള കാലം ജോസ് കെ മാണിയും കൂട്ടരും കടന്നു വരേണ്ടതിൻ്റെ ആവശ്യകതയ്ക്കപ്പുറം ജോസ് കെ മാണിയുടെ നിലനിൽപ്പ് കൂടി ഭദ്രമാക്കുക എന്നതാണ് ജോസ് കെ മാണി ലക്ഷ്യമിടുന്നത്. KM മാണിയുമായി എക്കാലത്തും രാഷ്ട്രീയപരമായും വ്യക്തിപരമായും മികച്ച ബന്ധം കാത്തു സൂക്ഷിച്ചവരാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പാതി ക്ഷണനം പോലും ജോസ് കെ മാണി അനുകൂലമായി കണ്ട് UDFിലേക്ക് ചായുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് ജോസ് കെ മാണിക്ക് വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് നൽകി വിജയിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താനും ശ്രമിക്കുന്നത്. സംസ്ഥാന പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അൻവറിനെ തള്ളി ജോസ് കെ മാണിക്ക് കൈകൊടുക്കുന്നത് UDFിൻ്റെ ആകെ തീരുമാനമായി വേണം കാണാൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ UDF പ്രവേശനം സാധ്യമായാൽ ഭിന്നിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കുകയും അത് UDFിന് മുതൽക്കൂട്ടാകുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം അടുത്ത തവണ UDF കേരളത്തിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം വയ്ക്കുന്ന മുസ്ലിം ലീഗ് കേരള കോൺഗ്രസിനെ ഏത് വിധേനയും UDFിൻ്റെ ഭാഗമാക്കാൻ ഏത് നീക്കുപോക്കിനും തയ്യാറാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. തിരുവമ്പാടി സീറ്റും മന്ത്രിസ്ഥാനവും ഒക്കെ വച്ച് നീട്ടി എന്നാണ് കേൾക്കുന്നത്. എന്നാൽ കോട്ടയം വിട്ട് പോകാൻ മടി കാണിക്കുന്ന ജോസ് കെ മാണി പക്ഷേ LDFിൽ അത്ര തൃപ്തനല്ല എന്നാണ് കേൾക്കുന്നത്. പുറമേ LDFിൽ സന്തുഷ്ടനാണെന്ന് പറയുമ്പോഴും ഒരുതരം തഴയപ്പെടുന്നതിൻ്റെ അങ്കലാപ്പാണ് ജോസ് കെ മാണി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. KPCC നേതൃത്വത്തിൽ സണ്ണി ജോസഫും മറ്റ് സുപ്രധാന പദവികളിൽ മറ്റുള്ള യുവത്വങ്ങളും അടക്കം എത്തിയതോടെ കോൺഗ്രസ് അടിമുടി മാറിക്കഴിഞ്ഞു. മുൻ നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന മാണി ഗ്രൂപ്പിന് ഈ നേതൃമാറ്റം പുതിയ വഴിയാണ് തുറന്നത്. വാശിയേറിയ പോരാട്ടം രാഷ്ട്രീയ കേരളത്തിൽ നടക്കുമെന്ന് ഉറപ്പാണ്. ആ കടുത്ത മത്സരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഇതുപോലുള്ള ശക്തരായ ഘടകകക്ഷികളെ കൂടെ നിർത്തിയാൽ ഒരു വൻ ശക്തിയായി UDF മാറുമെന്നുള്ളതിനാലും എന്നാൽ കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ എവിടെയും എത്തില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളതിനാലും ഒന്നിച്ചു നിൽക്കുക എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കേരള കോൺഗ്രസും UDFും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കേരള കോൺഗ്രസിന് പണ്ടേ UDF പച്ചക്കൊടി കാണിച്ചിരുന്നു. ജോസിനാകട്ടെ LDFിൻ്റെ തൻപോരിമയിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ചുവടുറപ്പിക്കാനുള്ള തത്രപ്പാടിലുമാണ്. അതുകൊണ്ടാണ് ഉയർന്നു വരുന്ന അഭ്യൂഹങ്ങൾക്കിടയിലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഡൽഹിയിൽ നടന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ജോസ് കെ മാണിയുടെ ബുദ്ധിപരമായ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. തെരുവുനായ വിഷയത്തിലും വന്യമൃഗശല്യത്തിലുമൊക്കെ പെട്ടെന്നൊരു നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം മുന്നണിയിൽ ഉന്നയിക്കാതെ പൊതുമധ്യത്തിൽ ഉന്നയിച്ച് ഒരു വഴി വെട്ടിയിരുന്നു ജോസ് കെ മാണി. അതിൻ്റെ തുടർച്ചയായാണ് ഡൽഹിയിൽ ഈ കൂടിക്കാഴ്ചയും ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഏതായാലും ഒരു രാഷ്ട്രീയ നാടകീയ രംഗത്തിന് കർട്ടൻ ഉയരുകയാണ്. കേരളത്തിൽ എങ്ങനെ വന്നാലും അത് UDFിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2026 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 100ന് മുകളിൽ സീറ്റുകളുമായി കുതിച്ചു കയറുന്ന UDFിന് കരുത്തേകാൻ ചെറു പാർട്ടികൾ ഒത്തുചേരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ച എന്ന അഭ്യൂഹങ്ങളിൽ തെളിഞ്ഞു വരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.